ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന മീനുകളെ പറ്റിയുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അലങ്കാര മീനുകൾ എങ്ങനെ സംരക്ഷിക്കാം, അതിനെ പരിപാലിക്കുന്ന രീതിയിൽ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നല്ലൊരു വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക. ഞാൻ വീട്ടിൽ വളർത്തുന്ന അലങ്കാര മത്സ്യമാണ്. ഇത് കോഴിക്കാർപ്പ് എന്ന് പറയുന്ന മത്സ്യമാണ്. ഇതെൻ്റെ വീടിൻ്റെ അകഭാഗമാണ്. ഉൾഭാഗം ലിവിംഗ് റൂമും ഡൈനിങ് റൂമും കൂടെ വരുന്ന ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ 5 വർഷത്തോളമായി ഞാൻ ഈ മീനെ പരിപാലിക്കുന്നുണ്ട്. 5 വർഷമായിട്ട് ഉള്ള വീടാണിത്. അപ്പം 5 വർഷമായിട്ട് ഇതിനെ പരിപാലിക്കുന്ന രീതികളും ഇതിനെ എങ്ങനെയാണ് വളർത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇതൊരു 22 മത്സ്യങ്ങളോളം നേരത്തെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ടും അല്ല നമ്മുടെ കഴിവ് കുറവ് കൊണ്ടും അതിൻ്റെ അത് കുറേയേറെ എണ്ണം ചത്തുപോയി. അതെങ്ങനെയാണ് സംഭവിച്ചെന്നും അതിനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ശരിയാക്കി എടുത്തെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കോഴിക്കാർപ്പ് വളരെ സൗന്ദര്യമുള്ള മത്സ്യമാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതാണ്. നന്നായിട്ട് ഇണങ്ങും. അത് മനുഷ്യനുമായിട്ട് നന്നായിട്ട് ഇണങ്ങുന്ന മത്സ്യമാണ്. ഞങ്ങൾ നേരത്തെ കയ്യിലായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ കാലങ്ങളായിട്ട് ഈ ഓട്ടോമാറ്റിക് മെഷീൻ ഒരെണ്ണം വാങ്ങിച്ചു. ആ മെഷീൻ വന്ന ശേഷം ഇപ്പം നമ്മൾ കൈ കൊടുക്കാറില്ല. അപ്പം അത് കൊടുക്കാത്തത് കൊണ്ട് അതുങ്ങളിപ്പോൾ വരുന്നില്ല. ഒരു നേരെ കൊടുക്കുന്നുള്ളൂ. കണ്ടമാനം ഫുഡ് ഇതുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫുഡ് കൊടുത്താൽ അതുപോലെ വേസ്റ്റ് വരും. വെള്ളത്തിനകത്ത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പം തന്നെ ഒരു ഇല വീണിട്ടുണ്ട്. അത് എടുത്ത് കളയാം. വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് വളരെ ഓൺലൈനിൽ നിന്ന് എടുത്താണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു പാക്കറ്റിന് 1 കിലോയുടെയാണ് വരുന്നത്. ഒരു 320 രൂപയോളം വില വരുന്നുണ്ട്. ഈ തീറ്റയാണ് ഈ മീനുകൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഇതിന് കളർ നിൽക്കേണ്ടതുകൊണ്ട് സാധാരണ നമ്മുടെ നോർമൽ കടകളിൽ വാങ്ങിക്കുന്ന തീറ്റ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഇത് ആമസോണിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണ്ടും വളർത്തുന്നവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം ഒരു കാരണവശാലും പൈപ്പിലെ വെള്ളം, അതായത് ക്ലോറിൻ കലങ്ങിയ വെള്ളം മീൻ വളർത്താൻ ഇടരുത്. ക്ലോറിൻ കലങ്ങിയ വെള്ളമാണെങ്കിൽ മീൻ അതിനകത്ത് ചത്തുപോയുള്ളൂ, നിൽക്കുകയില്ല. കിണറ്റിലെ വെള്ളം തന്നെ എടുത്താൽ അതിൻ്റെ pH വ്യത്യാസം കാണും. pH കൃത്യമായിട്ട് നോക്കാൻ ഇപ്പം മെഷർ ചെയ്യുന്ന എല്ലാ മീൻ കടകളിലും pH നോക്കാനുള്ള സാധനം വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു തുള്ളി വെള്ളത്തിലെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ pH ലെവൽ നോക്കുക. 6 എന്നുള്ള ലെവൽ pH കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെയാണ് നിർത്തേണ്ടത്. pHന് സാധാരണ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, വെള്ളം മാറി മാറുന്ന കൂടെ പുതിയ വെള്ളമാണെങ്കിൽ എപ്പോഴും നാട്ടിൽ കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് കുറയ്ക്കാവുള്ളൂ. പൂർണ്ണമായിട്ട് വെള്ളം മാറ്റരുത്. കാരണം വെള്ളം പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ മീനുകളുടെ ജീവിതത്തെ ബാധിക്കും. അതുങ്ങൾ പേടിച്ചു പോകും. ഭയങ്കര സ്ട്രെസ്സുള്ള മീനാണ് കേട്ടോ. പെട്ടെന്ന് പേടിയും ഭയവും ഇതുങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇണങ്ങുന്ന പോലെ തന്നെ ഇതുങ്ങളെ സംരക്ഷിക്കാൻ ശകലം കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ഇതൊക്കെ നാച്ചുറൽ അതാവട്ടോ, ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതെന്താണെന്ന പേര് എനിക്കറിയാത്ത, ഇല്ലി പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് നാച്ചുറൽ ആണ്. അതുപോലെ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാം. ഇതൊക്കെ നമ്മൾ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ചെടികളാണ്. വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ഇത് നമുക്ക് മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. നാച്ചുറലായിട്ട് തന്നെ ഈ മീനുകൾക്കൊരു വെള്ളം പച്ച കളറാകാതെ നമ്മുടെ സാധാ വെള്ളം കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളൊരു വേറെ സംഗതി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ചാടുന്ന രീതി. ഇതിൻ്റെ ഫിൽട്രേഷനെ പറ്റിയൊക്കെ കാര്യങ്ങൾ തുടർന്ന് പറയുന്നതായിരിക്കും. ഇതിനെ സംരക്ഷിക്കേണ്ട കാര്യമൊക്കെ പറയുന്നതാണെങ്കിലും ഇത് മുകളിൽ നിന്ന് വരുന്നൊരു നല്ല ഭംഗിയാണ്. വെള്ളം താഴോട്ട് വീഴുമ്പോൾ മീനുകൾക്കൊരു കൃത്യമായിട്ടൊരു നല്ലൊരു ഫീല് വരും. എപ്പോഴും ഒരു മഴ പെയ്യുന്നൊരു ഫീല് നമുക്ക് മുറിക്കകത്ത് കിട്ടുകയും ചെയ്യും. കൂടാതെ ഒരു ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്ററിൻ്റെ വെള്ളമാണ് ആ ചെറിയ ഓസിലൂടെ വരുന്നത്, പുറത്തോട്ട് വരുന്നത്. അത് പുറത്തെ ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഫിൽറ്റർ ഏറ്റവും വലിയ ഘടകമാണ്. മീനെ വളർത്തുന്നതുകൊണ്ട് ഫിൽറ്റർ ഫിൽറ്ററിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നല്ല ഫിൽട്രേഷൻ കിട്ടിയില്ലെങ്കിൽ മീനുകൾ സർവൈവ് ചെയ്യത്തില്ല. ഫിൽറ്ററുകൾ എങ്ങനെയാണ് പരിപാലിക്കുന്നുള്ളത്, ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും അത് നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇതിന് ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ചെടികൾക്ക് അദ്ദേഹം വെച്ചിരിക്കുന്ന ഈ തീറ്റയ്ക്കുള്ള മെഷീനെ പറ്റി പരിചയപ്പെടുക. ഇത് ഓൺലൈനിൽ വരുന്നതാണ്. ഏകദേശം 2000 രൂപയ്ക്ക് അടുത്ത് ഇതിന് വിലയുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു മീനെ നമ്മളിവിടെ യാത്രയൊക്കെ പോകുമ്പോൾ മീന് തീറ്റ കൊടുക്കാൻ ഏറ്റവും നല്ലത് 3 മോഡാണ് ഇതിനകത്തുള്ളത്. ഒരു മാനുവലായിട്ട് ഞേക്കാം. 8 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ. 8 മണിക്കൂർ കൊടുക്കണം. 8 മണിക്കൂർ വെച്ച് 3 പ്രാവശ്യം കിട്ടും. 12 മണിക്കൂർ മുമ്പ് ഞെക്കി കൊടുക്കുവാണെങ്കിൽ ദിവസത്തിൽ 2 പ്രാവശ്യം തീറ്റ വീഴും. എല്ലാ 24 മണിക്കൂർ വെക്കുവാണ് ഒരു സമയം. ഏത് സമയമാണോ നമ്മൾ രാവിലെ 8 മണിക്ക് വെച്ചാൽ പിറ്റേ ദിവസം 8 മണിക്ക് വീഴുള്ളൂ. അതിൻ്റെ ഇത് ഈ ഭാഗത്താണ് നമ്മൾ തീറ്റ ഫില്ല് ചെയ്യേണ്ടത്. അത് തീറ്റ ഫില്ല് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അതിങ്ങനെയൊരു സംഗതിയിലോട്ട് വെക്കുന്നു.
തീറ്റ ഇതുപോലെ ഒരു പൈപ്പ് ഇത് ഒരു പാത്രത്തിൻ്റെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഫോണിൽ വെച്ച് കട്ട് ചെയ്ത് ഇടാനുള്ള സൗകര്യത്തിനാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈസിയായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് പല പേരും ഇതായിട്ട് വെക്കാൻ പറ്റും. ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതി വേണം നമുക്ക്, ഏത് പൊസിഷൻ വെക്കണം, കൂടുതൽ ഇരുവണ കൂടുതലായിട്ട് തുറന്ന് വെക്കാം, കുറച്ച് മതി കുറച്ച് വെക്കാം. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഏറെക്കുറെ ബാറ്ററി ഇടുന്ന ലൈഫ് ഒരു ഇപ്പോൾ ഓൾറെഡി ഞാൻ കറക്കുന്നതാണ് കാണിക്കാം. ഇതിന് മാനുവലായിട്ട് തന്നെ ഒന്ന് കാണിച്ചു ചെയ്യാൻ, കുറച്ച് തീറ്റ വീഴുന്ന എങ്ങനെയാണ്, അല്ല കുറച്ചെങ്ങനെയാണ് ഇട്ടിട്ടെന്ന് കാണിച്ചു തരാം. ശകല വെക്കുന്നുണ്ട് അവരൊന്ന് കൊടുത്താണ് തീറ്റ, എന്നാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇതൊന്ന് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലോട്ട് വീഴുന്നത് കാണിക്കാം. ഇതുണ്ടോ, ഇതൊന്ന് മാനുവലി നമ്മൾ ഞെക്കാറുണ്ടോ, അങ്ങനെ താഴോട്ട് വീഴും. ഞാൻ ശകലിച്ചേ വെച്ചിട്ടുള്ളൂ, എന്നിട്ടും അത്ര തീറ്റ വീഴും. അത്യാവശ്യത്തിനുള്ള തീറ്റയുണ്ട്. നിങ്ങൾ ഇതൊരു നല്ല സൗകര്യമാണ്. കാരണം നമുക്ക് എങ്ങോട്ടും യാത്ര പോകണമെങ്കിൽ മീനൊരു തീറ്റ കൊടുക്കാൻ ആളെ വെക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ 24 മണിക്കൂറിനാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. 24 മണിക്കൂർ സമയത്തേക്ക് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത 24 മണിക്കൂർ ആകുമ്പോഴത്തേന് ഈ ടൈമിൽ, അതായത് ഇപ്പോൾ 11:30 ആണെങ്കിൽ ഈ 11:30 സമയത്ത് അത് വീണ്ടും തന്നെ ഫീഡ് ആകുന്നതാണ്. മീനുള്ള അത്യാവശ്യം ഫുഡ് വെക്കാം. അത് തുറന്ന് വെക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. നമുക്ക് ഏത് വലുപ്പത്തിലും വെക്കാം. ഞാൻ വെക്കുന്ന ഏറ്റവും ലാസ്റ്റ് 2 പോയിന്റ് ഇട്ടാണ് വെക്കും. അതിന് മതി. അതിങ്ങനെ ഈ ചെടിച്ചട്ടിയുടെ അടി വെച്ചത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. എവിടെ വേണമെങ്കിലും ഏത് പ്രതലത്തിൽ വേണം വെക്കാൻ കേട്ടോ. പിന്നെ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം നമ്മൾ മാറ്റുമ്പോൾ വെള്ളത്തിൽ നമ്മൾ ഇടാൻ വേണ്ടി ഡോളോമേറ്റ് എന്ന് പറഞ്ഞ സാധനം കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. മീൻ കടകളിലും അല്ലാത്ത കടകളിലൊക്കെ കിട്ടും. നമ്മൾ വളക്കടകളിലൊക്കെ ഡോളോമേറ്റ് കിട്ടും. ഇത് ഒരു പിടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ pH കൃത്യമായിട്ടിരിക്കും. ഡോളോമേറ്റ് എന്ന് പറയുന്ന സാധനം pH വെക്കാൻ. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് നമ്മുടെ ഈ പച്ചക്കക്കായുടെ പൊടി. ഇത് കെട്ടിയിടുകയോ പാത്രത്തിനകത്താട്ടോ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ pH വളരെ കൃത്യമായിട്ട് വർഷങ്ങളോളം pH മാറാതെ ആ മീൻ ആവശ്യമുള്ള pH കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പച്ചക്കക്കാടെ പൊടിച്ചതാണ്. ഇതിന് ശരിക്കും 40 രൂപ വില വരുന്നുണ്ട്. ഡോളോമൈറ്റിന് ഏകദേശം 20 രൂപയേ ഉള്ളൂ. 20 രൂപ ഡോളോമൈറ്റ് ഉള്ളൂ. മീൻ വളർത്തുന്നവർ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ മീനിന്റെ pH ലെവൽ, വെള്ളത്തിന്റെ pH ലെവൽ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ മീനെ സർവൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചത്തുപോകും. മീൻ pH മാറിക്കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാവും. പിന്നെ പുറത്ത് വെച്ച ഫിൽറ്ററിനെ പറ്റിയുള്ള കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ആ വെള്ളം വരുന്ന വെള്ളം വരുന്ന ഒരു മോട്ടർ വെച്ചാണ് വെള്ളം എടുക്കുന്നത്. കൂടാതെ ഒരു ചെറിയ ഫിൽറ്റർ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്റർ ഇതിനകത്ത് ചെളികളും എല്ലാ വേസ്റ്റുകളും വലിച്ചെടുക്കുന്നതാണ്. പിന്നെ ഒരു എയറേഷൻ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. എയറേഷൻ്റെ ഇതുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും നമ്മൾ വെച്ചെടുക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു എയർ എപ്പോഴും എയറേഷൻ നടക്കുന്ന മീൻ നല്ലതായതുകൊണ്ട് എയറേഷൻ വെച്ചാൽ ഇതൊക്കെ ചെറിയ പൈസയുള്ളൂ. അത് ഇവിടെ വെച്ചേക്കുന്നത് കാണുമ്പോൾ അറിയാം. ഒരു എയറേഷനുള്ള ചെറിയൊരു ബോക്സാണ് വെച്ചേക്കുന്നത്. കറണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 വൈൻ ലൈൻ അത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും 24 മണിക്കൂർ ആ എയറേഷൻ എൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കും. ഫിൽറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. പുറത്താണ് ഫിൽറ്ററിൻ്റെ ഒരു ബീപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ആ ബീപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കി, എൻ്റെ സ്വന്തം ഐഡിയയ്ക്ക് ഉണ്ടാക്കിയേക്കുന്നതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം അത് മൊത്തം ഒന്നെടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും അതുപോലെ റീസെറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും പറയുന്ന ഈ ചെടികളിലൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ആയിട്ട് ഇടാം. ഇത് മണി പ്ലാന്റിന്റെ ഒരു വെറൈറ്റി ആണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ഇൻഡോറിൽ വെക്കാൻ നല്ല പറ്റിയ സാധനമാണ്, നല്ല ഭംഗിയാണ്. ബാക്കി പുറത്തൊന്ന് കാണിച്ചു തരാം ഫിൽറ്ററിനെ പറ്റിയുള്ള കാര്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിൽറ്റർ. വീടിന്റെ പുറത്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ശരിക്കും നമ്മുടെ മീൻ കിടക്കുന്നതിന്റെ പുറവശത്തെ ഭിത്തിക്ക് പുറത്തായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഈ ഫിൽറ്റർ ഇതുപോലത്തെ ഒരു ബിപിയാണ്. ഈ ബിപിയിലാണ് ഞാൻ ചെയ്തത്. ഇത് ഡമ്മിയായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് മീനോട് ഭയങ്കര ഭ്രാന്താണ്. മീൻ വളർത്തവും മീനിനോടുള്ള പിടുത്തവും മീൻ വാങ്ങിക്കുന്നതും മീൻ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനുവേണ്ടി ഒരുപാട് സമയം കളയുന്ന ആളാണ്. വീണ്ടും വരുന്ന വീഡിയോകളിലൊക്കെ മീൻ പിടിക്കുന്നതും മീനെ സംരക്ഷിക്കുന്നതും എനിക്ക് അതുപോലെ ഒരു ടാങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അത് എന്ത് മത്സ്യങ്ങളാണെന്നുള്ളത് ഇതിന് പറയുന്നില്ല. അത് ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫിൽറ്ററാണ്. അപ്പോൾ ഈ ബീപ്പ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു 800 രൂപ വില വരുന്ന ബീപ്പയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കാൻ എല്ലാ കടകളിലും കിട്ടുന്നതാണ്. ഈ പൈപ്പിനൊക്കെ വയ്ക്കുന്ന കടകളിൽ പഴയ സെക്കൻഡ് ഹാൻഡ് വയ്ക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇത് കൊണ്ടുവന്നു ഇങ്ങനെ ഒരു വാൽവ് കൊടുത്തു. ഈ വാൽവിൽ കൂടിയാണ് വെള്ളം ഫിൽറ്റർ ചെയ്ത് പുറത്തോട്ട് വരുന്നത്. ഇത് നമുക്ക് പുറത്ത് തുറന്നു കൊടുക്കാനുള്ള, അത് ഇതിനെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ആ സംഗതി തന്നെയാണ് ഇവിടെ പിടിപ്പിച്ചേക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് വെള്ളം ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം.
ഈ വെള്ളം ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് പൊക്കോളും. നമുക്കിവിടെ തുറന്ന് കളയാം. അകത്തെ വെള്ളം തുറന്ന് കളയണമെങ്കിൽ ഇവിടെ തുറന്ന് കളയാം. ഈ ഫിൽട്ടർ ചെയ്തേക്കുന്ന ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഐഡിയ എന്ന് പറയാം. അങ്ങനെ ഇതുപോലത്തെ ഒരു കൊട്ട വാങ്ങിക്കണം ഫിൽറ്ററിന് വേണ്ടി. ഈ കൊട്ട അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഈ കൊട്ടയ്ക്ക് ഇതുപോലെ ഒരു ഹോൾ ഇടുക. ഇതുപോലെ ഒരു ഹോൾ ഇട്ടത് ഇങ്ങനെ 1 ഇഞ്ചിന്റെ PVC പൈപ്പ് ഇതിനകം ഫിൽട്ടർ ചെയ്ത് കിടക്കുകയാണ്. വെള്ളം ഫിൽട്ടർ ചെയ്താണ് പോകുന്നത്. നമ്മൾ കക്ക പൊടിച്ചത് ഉണ്ടോ, കക്ക കെട്ടിയിട്ടേക്കാണ്. പച്ചക്കക്കയുടെ തൊണ്ടാണ് കെട്ടിവെക്കുമ്പോൾ എപ്പോഴും pH അത് മെയിൻറ്റെയിൻ ചെയ്തോളും. ഫിൽറ്ററിന്റെ ഒരു രംഗങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ കൊട്ട ഏറ്റവും അടിയിൽ, അതായത് ഞാൻ കാണിച്ചു തരാം, ഇത് ഡമ്മി ആയിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്തെങ്കിലും കമന്റ് ആയിട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിങ്ങനെ അകത്തോട്ട് ഇറക്കി വെക്കുന്നു. ഇങ്ങനെ അകത്തോട്ട് ഇറക്കി വെച്ച് ഈ പൈപ്പ് ഊരിയിട്ടാണ് അകത്തോട്ട് ഇറക്കി വെക്കുന്നത്. ഇതിന്റെ അകത്തേക്കാണ് ഒരു അതായത് ചെറിയൊരു മോട്ടർ വാങ്ങിച്ച് അകത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ മോട്ടറിലൂടെ ഈ വെള്ളം ഇതിനകത്തേക്ക് വരുന്നത്. ഈ വെള്ളം ഈ 1 ഇഞ്ചിന്റെ പൈപ്പിലൂടെ താഴെ അടി ചെല്ലുന്നു. അടി ചെന്നിട്ട് മുകളിൽ ഈ കൊട്ടയുടെ മുകളിൽ ഇതുപോലത്തെ ഒരു നെറ്റ്, കൊട്ടയുടെ ഈ കൊട്ട വെക്കുന്ന കാര്യം തന്നെ പറഞ്ഞാൽ ഈ കൊട്ടയ്ക്ക് അകത്ത്, ഇതിന്റെ അകത്ത് നമ്മൾ കരി എന്ന് പറഞ്ഞാൽ ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടും. ആ ചാർക്കോൾ വാങ്ങിച്ചതിന്റെ അടി ഫില്ല് ചെയ്യുന്നു. എന്നിട്ടാണ് ഈ കൊട്ട വെക്കുന്നത്. ഈ കൊട്ടയ്ക്ക് മുകളിലേക്ക് ഇതുപോലത്തെ ഒരു പച്ച നെറ്റ് ഇടും. ഈ പച്ച നെറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ മണലിടും. ആദ്യമേ ഒരു ലെയർ മണലിടും. അതിന് മുകളിൽ ഇതുപോലെ നെറ്റ് ഇട്ടിട്ട് മിറ്റിലിടും. അതിന് മുകളിലോട്ട് വീണ്ടും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ സ്പോഞ്ച് വെക്കും. കുറേയേറെ സ്പോഞ്ച് വാങ്ങിച്ച് നമ്മൾ പഴയ കടകളിലേക്ക് ചെന്ന ഈ ബെഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പോയി വെച്ചാൽ സ്പോഞ്ച് ഫ്രീ ആയിട്ട് കിട്ടും. ആ സാധനം കൊണ്ട് ഫില്ല് ചെയ്യുന്നു. വീണ്ടും ഏറ്റവും മുകളിൽ ആറ്റുമണൽ ഒരു ലെയർ കൂടി ഇടുന്നു. ഇത്രയും നിസ്സാര കാര്യമുള്ളൂ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞ് 1 വർഷത്തേക്കൊക്കെ ഇത് വളരെ ക്ലീൻ ആയിട്ട് വെള്ളം അകത്തെടുക്കുന്ന വെള്ളം എടുത്ത് ഫിൽട്ടർ ചെയ്യും. മീൻ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഈ ഫിൽട്ടർ ഇടയ്ക്ക് വരുന്ന ഇവിടെ ഒരു വാൽവ് അകത്ത് വെച്ചിട്ടുണ്ട്. ആ വാൽവ് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇതിനകത്ത് ആ ചെളി വരുന്ന ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോഴ്സ് അകത്ത് വെള്ളം കിട്ടുകയും ചെയ്യും. ഇത് നിർബന്ധമായിട്ടും മീൻ വളർത്തുന്ന ആൾക്കാർ ഇത് ചെയ്യണം. ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ മീന് ജീവനോടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെള്ളം മോശമായിട്ട് മീൻ പെട്ടെന്ന് ചത്തുപോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് എങ്ങനെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ബക്കറ്റ് നിർബന്ധമായിട്ട് വാങ്ങിക്കുക. അതിൻ്റെ അത് ഇത്രയേ ഉള്ളൂ. ചാർക്കോള്, അതിൻ്റെ കുറെ സ്പോഞ്ച്, മണല്, മിറ്റില്, ഈ 4 ഐറ്റം അല്ല 5 ഐറ്റം സാധനങ്ങൾക്ക് ചേർക്കുക. 5 ഐറ്റം സാധനങ്ങളും മിക്സ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞ് ഏറ്റവും അടിയിലത്തെ ഒരു ബക്കറ്റ് വരുമ്പോൾ കൊട്ട വെക്കുക. ആ കൊട്ടയ്ക്കകത്ത് ചാർക്കോൾ ഇടുക. അതിന് മുകളിൽ ഒരു പച്ച നെറ്റ് ഇടുക. കിണർ വലയൊക്കെ ഇട്ടേക്കുന്ന വല വാങ്ങിച്ചാൽ മതി. അത് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ടാണ് ഈ മിറ്റിലിടേണ്ടതും മണലിടേണ്ടതും. വീണ്ടും അതിന്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ട് ഈ സ്പോഞ്ച് ഇടുക. അതിന്റെ മുകളിൽ ആറ്റുമണലിലൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് വേറെ കാശ് മുടക്കില്ലാതെ ഫിൽറ്റർ ഒന്നും വാങ്ങിക്കണ്ട. വലിയ വില ഉള്ളതൊന്നും അതെല്ലാം കൂടെ കൂടി ഒരു ബക്കറ്റിന്റെ വിലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 1000 രൂപയ്ക്കകത്ത് എല്ലാ കാര്യം തീരും. 1000 രൂപ പോലും ആകുകയില്ല. ആ മോട്ടറിന്റെ വില വേറെ വരും. കൂടെ മോട്ടറിനൊരു 1000 ഒരു 5 അടി പൊക്കത്തിൽ വെള്ളം കയറുന്ന ചെറിയ മോട്ടർ ഉണ്ടോ, അത് വെള്ളത്തിനകത്ത് ഇടുന്നുണ്ടോ, ഞാൻ അകത്ത് കാണിക്കാത്ത രീതി അകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ മോട്ടർ. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയുന്നതായിരിക്കും. എന്തായാലും മീൻ വളർന്ന ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ ചെയ്യണം നിർബന്ധമായിട്ടും പറയുന്നു. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല. മീനുകൾ ചത്തുപോകും. മീനുകളെ നമുക്ക് നഷ്ടപ്പെടും. വെള്ളത്തും ഞാൻ ആദ്യമേ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയാൻ, ഞാൻ ആദ്യമേ തന്നെ ഈ വെള്ളം വീടിൻ്റെ അകത്ത് നിറച്ച് ഇട്ടിട്ട് പോയി അക്വാറിയത്തിൽ നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് 25 മീനോളം ഇട്ടു. ആ 25 മീനും എൻ്റെ വീടിൻ്റെ കയറി താമസം കഴിഞ്ഞ് 4 ദിവസം എല്ലാം തന്നെ ചത്തുപോയി. അത് പോകാൻ കാരണം ഇതായിരുന്നു. pH അല്ലെങ്കിൽ ആ സിമെന്റിന്റെ പുളിപ്പ് ആ വെള്ളത്തിൽ നിന്നിരുന്നു. അതെനിക്കത് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയും പിന്നെ വളർത്തിയ മീനും എല്ലാം തന്നെ നല്ലതായിട്ട് സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 5 വർഷമായിട്ടൊണ്ടിരിക്കാം മീൻ. 5 വർഷമായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള കശങ്ങളും ഇല്ല. ഈസിയാണ്. ഇന്നും നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഒരു മാസത്തിൽ ഒരിക്കൽ കുറച്ച് വെള്ളം കളയുക, ശകലം പിന്നെ വെള്ളം പുതിയ വിടുക. അപ്പം ആ സമയത്ത് pH കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഇത് കക്കായിടുവോ അല്ലെ സാധനം ബാക്കിയുള്ള സാധനം നോക്കിയാൽ മതി. ഒരിക്കലും അങ്ങനെ യാതൊരു കാരണവശാലും മീൻ ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല. മീനെ താല്പര്യമുള്ള ആൾക്കാർ, മീൻ വളർത്തുന്ന താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമന്റ് ഇടുക. ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ എൻ്റെ കൂടെ വെക്കുന്നതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. 5 കൊല്ലമായിട്ട് ഞാൻ വളർത്തുന്നതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് എൻ്റെ ചിന്ത. അലങ്കാര മത്സ്യങ്ങളെ വളർത്താൻ താല്പര്യമുള്ളവർ അതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഏത് സമയത്തും പറഞ്ഞു തരാൻ തയ്യാറായിരിക്കും. തുടർന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വരാം.